ഉത്സവമുണ്ട് കാവില്. ഇന്ന് പണിക്കാരും വരില്ല. അധികാരിയുടെ അവിടേക്കാവും. രാത്രി മുഴുവൻ തെരഞ്ഞ് പന്നിയെ കാണാണ്ട് പോരേണ്ടി വന്നതിന്റെ ഈറ വിട്ടിട്ടില്ല അച്ഛന്. ശിവരാത്രിക്ക് കീഴ്ക്കാവില് വലിയ ഉത്സവം അത്രേ നാട്ടില്. കീഴ്ക്കാവ് ഞാൻ കണ്ടിട്ടുണ്ട്. അതിന്റെ അടുത്ത് ഒരു 3 മാസം പണിയെടുത്തിട്ടുണ്ട് ഇല്ലത്ത്. ഞാൻ കണ്ടിട്ടേ ഇല്ല. ഗുരുവായൂർ തൊഴാൻ പോകുമ്പോ അവിടെ ഒന്ന് ഇറങ്ങാൻ അച്ഛൻ കഷ്ടിച്ച് സമ്മതിച്ചിട്ടുണ്ട്. ഗുരുവായൂർ തൊഴിൽ മാത്രമേ ഉള്ളോ? അല്ല, അമ്മ ഒരു തുലാഭാരം നേർന്നിട്ടുണ്ട്. ശർക്കര ഉണ്ടാ. പോകുമ്പോഴോ വരുമ്പോഴോ നാട്ടിലാരാ ഉള്ളത്? വല്യമ്മമാരും മക്കളും ഒക്കെ ഉണ്ടാവും. പക്ഷേ ആ വീട്ടിലേക്കൊന്നും പോയില്ല. അവിടെ ഇപ്പൊ ഉള്ളവര് ഏത് തരാന്ന് ആരെയുണ്ടോ? അമ്മമ്മ ഉണ്ടോ നിശ്ചയമില്ല. അമ്മയെ വലിയ ഇഷ്ടായിരുന്നു അത്ര അമ്മമ്മയ്ക്ക്. പഴയ ദേഷ്യം വെച്ച് അവിടെയുള്ളവർ ആട്ടിപ്പായിച്ചാലോ? അവിടെ പോയില്ല. പിന്നെന്തിനാ നാട്ടിൽ? വെറുതെ സ്ഥലമൊക്കെ ഒന്ന് കാണാലോ. വീടും പുറത്തുനിന്നൊന്ന് നോക്കാം. വെറുതെ കീഴ്ക്കാവിലെ ഭഗവതിയെ തൊഴാൻ ഭാര്യത്തോരുടെ സമ്മതം വേണ്ടല്ലോ. എന്തോ പൊട്ടണത് കേട്ടല്ലോ നേരത്തെ. പുറത്തേക്ക് എന്താ കൊടുക്കേണ്ടത്? കഞ്ഞിയോ ചോറോ? പനി വിട്ടിരിക്കണോ? ഉള്ള എന്താന്ന് വെച്ചാൽ ആ പെണ്ണില്ലേ അവളോട് പുറത്തേക്കുള്ളത് കൊടുക്കാൻ പറ. എല്ലാറ്റിനും നീ തന്നെ വേണം. പിന്നെ ആരാ ഉള്ളത്? ചെല്ലും ചെലവും കൊടുത്ത് വീട്ടിൽ നിർത്തിയിരിക്കണ എന്തിനാ? ഒന്നുമില്ലാതെ ഞാൻ പറയില്ലാന്ന് അറിഞ്ഞൂടെ? ആ രാഘവനോ? ഇരിക്കെ. ഇതെന്താ കൊച്ചുട്ടി? അസല് പുഴമീൻ കൊണ്ടുവന്നിരിക്കണം. കഴിക്കട്ടുള്ളൂ. വേണ്ടതാണോ ഏട്ടാ? പകല് വയ്യ. എന്റെ തൊട്ട് കിടക്കുന്ന സ്ഥലം അതെങ്ങനുണ്ട്? അസല് കരിമണ്ണല്ലേ, കരിമ്പ്. അതിൽ കരിമ്പ് തന്നെ. പോലത്തെ കാര്യസിനെ പാട്ട് പിടിച്ചാൽ നൊസ് വിലക്ക് തരാം. കേടോ ഇരിക്കേ. പശുക്കുട്ടി ലോഹിയാവണുണ്ടോ? രക്ഷപ്പെടുത്താൻ ഒരു കാരണം ഇതുവാണല്ലോ. ആ നന്ദി പറയാണ് ഞാൻ. മൂത്തവരാണെന്ന് വെച്ചാ എന്താ പ്രതിഷ്ഠ? എന്തോ കോഴിയും കള്ളുമൊക്കെ ഇഷ്ടമുള്ള ആളാ അല്ലേ നാഗമ്മേ? എന്നാലും ഒരു കാവല്ലേ. അമ്പലത്തിൽ 100 ആളുണ്ടാവും. മാരണം. അതുകൊണ്ടാ ഞാൻ വരാഞ്ഞ്. വീട് കൂടലിൽ വേറെ പാർട്ടി നടത്താണ്ട് കഴിഞ്ഞു കാരണവർക്ക് അല്ലേ? ഇനിയും പണി കുറെ ബാക്കിയുണ്ട്. നീ ഒരു ഭാഗ്യവാനാണ്ടോ. ഒരു കൊല്ലം ഞാൻ തുള്ളി തൊട്ടിട്ടില്ല. 2 ഗ്ലാസ് എടുക്കാൻ പറഞ്ഞ എന്റെ വീട്ടുകാർക്ക്. വേണ്ട വേണ്ട, പറ്റില്ല. എന്റെ ഒരു സന്തോഷത്തിന് 2 ഗ്ലാസ് എടുക്കും, കുറച്ച് വെള്ളവും. ഇന്ന് നമ്മൾ കൂടിയിട്ടില്ല, പിന്നെ എന്നാ? നാളെ ഞാൻ എവിടെയാണെന്ന് ആര് കണ്ടു? ഓളൊന്നും പറയില്ല, നീ അത് പേടിക്കണ്ട. കഴിക്കും. ഇതെന്റെ വക ആഘോഷമാണ്. ഈ പണി കഴിയാൻ നിൽക്കണില്ല ഞാൻ. നേരെ തമിഴ്നാട്ടിലേക്ക് വിട്ടാലോ എന്ന് ആലോചന. കഴിക്കേ. നമ്മൾ ഒരുമിച്ച് ഇനി ഒരു കൂടുതലുണ്ടാവില്ല. കഴിക്കേ. ചിലര് വിളിച്ചോടുത്ത് വരും പടച്ചോൻ അല്ലേ?
സേട്ടുവിന്റെ കമ്പനിയാണ് കറം തരുന്നെന്ന് പറഞ്ഞു ലോറിക്ക്. ആദ്യത്തെ അടവിനുള്ളത് ആയിട്ടില്ല. അപ്പൊ കാരണം ഒരു ബാക്കി തരില്ലേ? കഴിക്ക്. കഴിക്ക്. വേണ്ട എന്നോട്. ഈ ദിവസം തന്നെ വേണം കുടിച്ചിട്ട് ബോധമില്ലാതാവാൻ. നിന്റെ അച്ഛൻ കുടിക്കില്ലേ? അതുപോലെയാ? നിനക്ക് ഇഷ്ടമല്ല? വേണ്ട, ഇനി ഞാൻ തൊടില്ല. എനിക്കങ്ങനെ വലിയ കമ്പമൊന്നുമില്ല. അവൻ നിർബന്ധിച്ചപ്പോ വേണേ സത്യം ചെയ്യാം, ഇനി തൊടില്ല. എന്ത് രസമായിരുന്നല്ലേ? തമ്പ്രാട്ടി ഇതുവരെ തുളിസൊന്നും കണ്ടിട്ടില്ലല്ലോ. നിറയെ കൂട്ടുണ്ട്. ഇനി നീ പൊയ്ക്കോ. ആ, ഉത്സവം എങ്ങനെ ഉണ്ട്? നിനക്കെന്താ ഇപ്പൊ ഒരു മിണ്ടാട്ടമില്ലാത്ത മാതിരി? അവൻ കുറുകുറു പറയുന്ന കേൾക്കാൻ വലിയ രസമല്ലേ? ശുശ്രൂഷ ഏത് നേരത്തും കുളൂസുവിനെ കുറിച്ച് കൂറുണ്ട്. ഞാൻ തൊട്ടാ മാത്രമേ തമ്പരാട്ടി കൈത്തോളൂ. നേരെ ഞാൻ പോട്ടെ. കള്ളക്കഥകൾ ചിലവാലെന്ന് കണ്ട വന്നവൻ പോവും. ഒരു ദിവസം അവനെ കാണില്ല. ഇവിടെ നിനക്ക് നിന്നേക്കും, പിന്നെ ഞാനൊരുത്തിനും ഉണ്ടാവും. അത് മനസ്സിലാക്കോ? അവൻ ഏതാ തരമെന്ന് അച്ഛനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അറിയണമെന്നുണ്ടെങ്കിൽ ചോദിച്ചു നോക്ക്. ഇവൻ എന്തിനാ നിന്നെ തെരഞ്ഞ് ഇങ്ങോട്ട് വന്നത്? കാശ് എതിമുട്ടിയ എന്നും എന്റെ അടുത്ത് വരും. നീ എടുത്ത് കൊടുക്കുകയും ചെയ്യും. കുറെ ചീത്ത പറയും, ഉപദേശിക്കും. അവസാനം എന്തെങ്കിലും കൊടുക്കുമെന്ന് അവനറിയാം. അതാ തെറ്റ്. ഇങ്ങനത്തോരോട് ദയ പാടില്ല, ഒരിക്കലും പാടില്ല. ഞാൻ പുറത്താ കിടക്കണേ. ഈ വാതിലിനൊന്നും ഒരു അടച്ചുറപ്പില്ല. ഉറക്കത്തിൽ വല്ലവനകത്ത് കിടന്നാൽ തന്നെ നമ്മൾ അറിയില്ല. രാഘവൻ പറഞ്ഞില്ലേ? അകത്ത് വല്ലാത്ത ചൂടെടുക്കണം. പറയുമ്പോ മകരമാസം കാല. നടക്കാനിപ്പോ കഷ്ടിച്ചു പറ്റും. വയ്ക്കോളാം, പേടിക്കണ്ട. അതുകൊണ്ട് ചോദിച്ചല്ല. എന്നെ പേടിച്ച് അച്ഛൻ കാവല് കിടക്കാൻ തുടങ്ങിയത് നന്നായി. പാതിരായ്ക്ക് തലയ്ക്കടിച്ച് പണി തീർക്കുമെന്ന വിചാരമില്ലാതെ കിടന്നുറങ്ങായിപ്പോ. കൊല്ലിയിലിട്ടപ്പോ തീർന്നെന്ന് കരുതി. പിന്നെ ഞാൻ അങ്ങനെ എളുപ്പം ചാവാൻ പറഞ്ഞവനായിരിക്കില്ല ഈ ബാലൻ. കൊല്ലാൻ ഇനിയും നോക്കും അവൻ. ചാവാതിരിക്കാൻ ഞാനും. ആര്? എന്തായി പറയണേ? ആര് കൊല്ലാൻ?
എനിക്ക് ഒന്നും മനസ്സിലാവണില്ല. കൊല്ലണതും ചാവണതും ഒക്കെ എന്തിനാ പറയണേ? അധികം മനസ്സിലായാൽ വേണ്ട. ഒരു കാര്യം മാത്രമേ എനിക്കറിയണ്ടൂ. അച്ഛൻ ഗുരുവായൂർ നടക്കിൽ വെച്ച് ഒരു കല്യാണക്കാര്യം വലിയ മോഹമായിട്ട് പറയുകയുണ്ടായി. മകൾക്കും അത് തന്നെയാണോ മോഹം എന്നൊന്നറിയണം. അച്ഛൻ ഇങ്ങനെ പറഞ്ഞല്ലാതെ ഞാൻ കല്യാണക്കാരിയൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. എന്നോട് സ്നേഹം കാണിച്ചവര്, ദയ കാണിച്ചവര്, അവർക്ക് ആപത്തൊന്നും വരരുത് എന്നുണ്ട് എന്റെ മനസ്സിൽ. അതുകൊണ്ട് ചോദിച്ചാണ്. എന്താ ആപത്ത്? പറയൂ, എന്താ ആപത്ത്? അച്ഛനോ മകൾക്കോ രാജിക്ക് പറ്റിയതുപോലെ എന്തെങ്കിലും ആപത്ത്. രാജിക്ക്? രാജി മരിച്ചതല്ല, പിന്നെ കൊന്നതാണ്. ആര്? അച്ഛൻ മകൾക്ക് കണ്ടുവച്ച ഇവൻ തന്നെ. ആരും കേൾക്കാത്തൊരു വെള്ളപ്പൊക്കം. തൊണ്ട തൊടാതെ വിഴുങ്ങാൻ ഇവിടെ നിങ്ങളും. എല്ലാം കളവോ? അവൻ കക്കും, കളവ് പറയും, വേണ്ടി വന്നാൽ കൊല്ലും. രാജുവിനെ എനിക്കറിഞ്ഞൂടെ? ഈ രാഘവേട്ടനോ? കൊല്ലേ? അതിന് അവന് പറയാനുണ്ടാവും കയ്യബദ്ധം. മുമ്പൊരു കയ്യബദ്ധത്തിൽ ഒരാൾ ചത്ത കേസ് നിലവിലുണ്ട്. അടുത്ത കയ്യബദ്ധത്തിന് ഞാൻ അവൻ്റെതായിരുന്നു. നടന്നില്ല. പറയൂ, എന്താ ഉണ്ടായേ? പറയൂ. എനിക്ക് പേടിയാവണോ? ഞാൻ മുഴുവൻ പറഞ്ഞില്ല. വേണ്ട, എനിക്ക് കേൾക്കണ്ട. നമ്മളിപ്പോ എന്താ ചെയ്യാ? നമ്മൾ കൊച്ചുട്ടി, നിനക്ക് നടക്കാനായല്ലോ ഇപ്പൊ. എന്നാ വൈകിക്കണ്ട, നടന്നോ. ദാ ഇത് ബസ് കൂലിക്ക് വെച്ചോ. ബാലേട്ടന് സുഖമായിട്ടില്ല, ഇപ്പൊ പോണില്ല. ആരാടി നിനക്കൊരു ബാലേട്ടൻ? അകത്ത് പോയി നിന്റെ ജോലി എന്താ വെച്ചാ ചെയ്താ മതി. പോണ്ട, എവിടേക്കും പോണ്ട. ഞാനാ പറയണേ.